ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹി അയച്ചു കൊടുത്ത കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം മോഹിനി പ്രതാപനെയും മുത്തശ്ശിയും കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് അത് കണ്ട് അസൂയയും പകയും അടക്കാനായിട്ട് കഴിയുന്നില്ല. ഏതായാലും മോഹിനിയെ മനഃപൂർവ്വം കുത്തി നോവിക്കാൻ വേണ്ടി തന്നെ കുഞ്ഞിന് കണ്ണൻ്റെ ഛായയില്ല എന്നും അനന്തുവിൻ്റെയും മാർക്കോയുടെയും പോലെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോഹിനി അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. തുടർന്ന് കുഞ്ഞിൻ്റെ പേര് നീലാംബരിയാണെന്ന് മോഹിനി പറയുമ്പോൾ ആ പേരിനെയും കളിയാക്കാണ് പ്രതാപനും മുത്തശ്ശിയും ചേർന്ന്. എന്തൊക്കെ പറഞ്ഞാലും നല്ല മിടുക്കിയാണ് എൻ്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വായടപ്പിക്കുകയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. ഇതേസമയം കരുണ വരുന്നു. കരുണയും ആ ഫോട്ടോസും വീഡിയോസും എല്ലാം മോഹിനി കാണിച്ചു കൊടുക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിലും അവരുടെ ആ സന്തോഷമൊക്കെ കണ്ട് അസൂയയും കുശുമ്പും ദേഷ്യവും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് മോളിനി അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വാക്ക് കേട്ട് കണ്ണനെയും മഹിയെയും ലക്ഷ്മി മോളെയും ദ്രോഹിക്കരുത് എന്നും അവരെ സ്നേഹിച്ചു തുടങ്ങണം, എങ്കിൽ മോൾക്ക് അതിൻ്റെ നന്മ ജീവിതത്തിൽ ഉണ്ടാകുമെന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രതാപനാണെങ്കിൽ മോഹിനി പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ കരുണയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം എന്നെ എങ്ങനെ പറഞ്ഞു പറ്റിക്കാനായിട്ട് അച്ഛൻ എങ്ങനെ മനസ്സ് വന്നു എന്നെല്ലാം കരുണ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ മോളോട് അങ്ങനെ ചെയ്യുമോ, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അച്ഛൻ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് മോൾക്ക് സന്തോഷിക്കാനുള്ള വക അച്ഛൻ ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് മോളുടെ അമ്മയെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കണം. മാത്രമല്ല കമലേശ്വരത്തേക്ക് തിരിച്ചു പോകുന്ന വഴി അനന്തുവിൻ്റെ വീട്ടിലേക്ക് കയറണം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ലേഖ എന്നെ തല്ലു എന്ന് കരുണ പറയുന്നതും എന്നാലും വേണ്ടില്ല, മോളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് അവർക്ക് തോന്നണം. എങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ മോളെ ആരും സംശയിക്കാതിരിക്കൂ എന്ന് പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയോട്. ലക്ഷ്മി ഒരിക്കലും കണ്ണനും ആ കുഞ്ഞിനോടൊപ്പം കമലേശ്വരത്ത് സന്തോഷത്തോടെ കഴിയില്ല. അത് അച്ഛൻ മോൾക്ക് തരുന്ന വാക്കാണെന്നും പ്രതാപൻ പറയുന്നുണ്ട്. അങ്ങനെ കരുണ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. കരുണയെ കാണുമ്പോൾ തന്നെ കലി കയറുന്നുണ്ട് കേട്ടോ ലേഖയ്ക്ക്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം അമ്മ കാണിച്ചു തന്നു എന്നും അത് കണ്ടതോടെ കുഞ്ഞിനെ ഒന്ന് നേരിട്ട് കാണാൻ ഒരു കൊതി എന്നെല്ലാം കരുണ പറയുമ്പോൾ ലേഖയ്ക്ക് കരുണയുടെ ഒരു മാറ്റം തീരെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നീയും നിൻ്റെ അമ്മായിയമ്മയും ഒക്കെ എന്തോ ചതി മനസ്സിൽ കണ്ടാണ് ഇപ്പോൾ അടുത്തുകൂടാൻ ശ്രമിക്കുന്നത്. കണ്ണേട്ടനെയും മഹിയെയും ഇല്ലാതാക്കാനായിട്ട് നീയൊക്കെ കുറേ നോക്കി, അതിന് കഴിയില്ല എന്നിപ്പോൾ കണ്ടപ്പോൾ കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നെല്ലാം ലേഖ പറയുമ്പോൾ അയ്യോ ലേഖേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് മാറിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കണ്ണീരൊഴുക്കുന്നു. അപ്പോൾ മഹിക്കാണെങ്കിൽ കരുണയുടെ അവസ്ഥ കണ്ട് ശരിക്കും പാവം തോന്നി പോവുകയാണ്. തുടർന്ന് സാരമില്ല ലേഖയെ, അവളൊന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോയിക്കോടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് മുകളിലത്തെ മുറിയിലേക്ക് കരുണയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് മഹി ചെയ്യുന്നത്. കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. കരുണയാണെങ്കിൽ കുഞ്ഞിനെ കണ്ട് ഇങ്ങനെ കൊഞ്ചിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മി എനിക്ക് കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്നില്ല കരുണ പറയുമ്പോൾ തന്നെ മഹി കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നെടുത്ത് കരുണയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങുന്നതും തൊട്ടുപോകരുത് കുഞ്ഞിനെ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ വരുന്നു. ഇതൊക്കെ ഇവളുടെ അഭിനയമാണ് മഹി. ഇവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ എങ്ങാനും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ ഈ കുഞ്ഞിനെ വലിച്ചെറിയാനും മടിക്കില്ല എന്നെല്ലാം ലേഖ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കരുണയാണെങ്കിൽ വീണ്ടും അവിടെ നിന്നുകൊണ്ട് കരഞ്ഞഭിനയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും അമ്മ മാറിയതുപോലെ കരുണയുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടെന്ന് കരുതി മഹി കുഞ്ഞിനെ കരുണയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു എന്നും കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കാരുണ്യം ഇല്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലും നന്നായിട്ട് നോക്കാൻ കഴിയില്ല. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ലക്ഷ്മി, ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും മഹിയുടെ മുന്നിൽ തകർത്തഭിനയിക്കുന്നു. ഏതായാലും ലേഖയ്ക്കാണെങ്കിൽ കരുണയുടെ ഒരു മാറ്റം ഒട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾ എന്തോ ഒരു ചതി മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഈ അടുത്ത് കൂടാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് കേട്ടോ ലേഖ കരുതുന്നത്. പിന്നീട് പ്രതാപൻ ഒട്ടുപാല എന്ന ഗുണ്ടയെയും ആ കള്ള സന്യാസിയെയും കാണാനായിട്ട് എത്തുന്നു. പ്രതാപൻ അഡ്വാൻസ് കാശ് തിരികെ വാങ്ങാനായിട്ടാണ് വരുന്നതെന്ന് കരുതി അവർ ഞെട്ടുന്നുണ്ട്. തുടർന്ന് ആ ഭസ്മം താൻ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ട സമയം മുതൽ ദേഹത്ത് തുടങ്ങിയ ചൊറിച്ചിലാണെന്നും ഇനി ഭസ്മം കൊണ്ടുള്ള പ്രയോഗമൊന്നും വേണ്ട, മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതെൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏക അബദ്ധമാണെന്നും അതും ഒരു കുഞ്ഞിനോട് തോൽക്കാൻ എനിക്ക് മനസ്സില്ല, സാറിനോട് വാങ്ങിയ കാശിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും മഹിയെയും ലേഖയെയും കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അയാൾ ഒരു ദിവ്യനാണെന്ന് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന മഹിയും ലേഖയൊക്കെ ആണെങ്കിൽ അയാൾ വീണ്ടും വന്നതിൽ വല്ലാത്തൊരു സന്തോഷമാവുന്നുണ്ട്.
തുടർന്ന് സ്വാമി എന്തിനാ വന്നതെന്ന് ലേഖയും മഹിയും കൂടി ചോദിക്കുമ്പോൾ അയാൾ കുഞ്ഞിനെക്കുറിച്ച് വീണ്ടും പല കാര്യങ്ങളൊക്കെ അവരെ വിശ്വസിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല കുഞ്ഞിനെ നോക്കാനായിട്ട് നല്ല അറിവും പരിചയമുള്ളൊരു സ്ത്രീയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്നും അയാൾ പറയുന്നു. ഏതായാലും അയാളെ 100% തന്നെ വിശ്വസിക്കുന്നുണ്ട് മഹിയും ലേഖയും. അങ്ങനെ നീലാംബരി മോളെ നോക്കാനായിട്ട് ജാനമ്മ എന്ന സ്ത്രീ എത്തുന്നുണ്ട്. എന്തായാലും ഭഗവാൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടുന്നത് പോലെയാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ കള്ളസന്യാസി ഏത് രീതിയിലും നിലമോളെ ഇല്ലാതാക്കാൻ നോക്കിയാലും സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെ രക്ഷാകവചം ആ കുഞ്ഞ് തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. മാത്രമല്ല ശത്രുക്കൾക്കെല്ലാം വമ്പൻ തിരിച്ചടി തന്നെയാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്